ഹായ് ഫ്രണ്ട്സ്, DIY എവറിത്തിങ് ഹോം മെയ്ഡ് ക്രാഫ്റ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് വീട്ടിലിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ ഹാപ്പിയാണ്. ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവരും ഇരുന്ന് കാണാം. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളിന്നൊരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബോ സ്ക്രഞ്ചിയും അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ട് എങ്ങനെ ഒരു സ്ക്രഞ്ചി ഉണ്ടാക്കാം എന്നുള്ളതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യം തന്നെ 20 ഇഞ്ചസ് ബൈ 4 ഇഞ്ചസ് സൈസിലുള്ള ഒരു റെക്ടാങ്കുലർ പീസ് ആ ഒരു മെറ്റീരിയലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ മെറ്റീരിയൽ തിരിച്ചിട്ടിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒരു അയൺ ബോക്സ് വെച്ചിട്ട് ഇങ്ങനെ മടക്കണം. അയൺ ബോക്സ് വെച്ച് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ അത് തിരിച്ചിട്ടിട്ട് ആ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. നമുക്കൊന്നെങ്കിൽ സൂചി നൂലും വെച്ച് തുന്നുകയോ അല്ലെങ്കിൽ മെഷീനിൽ ഡയറക്റ്റ് തയ്ച്ചെടുക്കുകയോ ചെയ്യാം. തയ്ക്കലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സിമ്പിളായിരിക്കും. കണ്ടില്ലേ, ആ ഒരു പോർഷൻ കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്കിതിനെ നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ മറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഒരറ്റം ഇതുപോലെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പോർഷൻ ഇങ്ങനെ വലിച്ചൊഴിച്ച് കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ നല്ല പണി കിട്ടും. ഞാനിവിടെ ഒരു സാറ്റിൻ മെറ്റീരിയലാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ 2-3 ടൈപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് ചെറിയ തിക്നെസ് ഉള്ള എലാസ്റ്റിക് നമ്മുടെ കൈയിൻ്റെ അളവിലോ അല്ലെങ്കിൽ ഒരു 7 ഇഞ്ചസ് ഒക്കെ വരുന്ന അളവിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ആ ഒരു എലാസ്റ്റിക് നമ്മുടെ മെറ്റീരിയലിൻ്റെ ഉള്ളിലൂടെ കടത്തണം. എന്നിട്ട് ഇതിൻ്റെ ലാസ്റ്റ് പോർഷൻ എത്തുമ്പോൾ ഒരു 2-3 പ്രാവശ്യം ഒന്ന് കെട്ടിക്കൊടുക്കുക എലാസ്റ്റിക്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ മെറ്റീരിയലിനെ ഒന്ന് സെറ്റാക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ മെറ്റീരിയലിൻ്റെ 2 എൻഡ്സും ജോയിൻ ചെയ്ത് കൊടുക്കണം. ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗമ്മൊക്കെ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നോർമലി ചെയ്യുന്നത് പോലെ സൂചിയും നൂലും വെച്ചിട്ട് തുന്നിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു സിമ്പിൾ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മെത്തേഡും കൂടി കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ കൂടെ ഒരു ബോവും കൂടി എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മുടെ ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ 2 ലെയറായിട്ട് ആ മെറ്റീരിയൽ ഇടണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പെൻഡഗൺ അതിൽ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് എടുക്കണം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് സൈസൊന്നും വേണ്ട. നമുക്ക് ആ ഒരു ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര സൈസ്, അതായത് എത്ര ലെങ്ത്ത് വേണോ ആ ഒരു ലെങ്ത്തിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്യാം. അങ്ങനെ നമുക്കതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടും. ആ പെൻഡഗൻ്റെ നടുക്കത്തെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്യില്ല. അത് നമുക്ക് ജസ്റ്റ് കൂട്ടിയിട്ട് കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ഒരു മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഇതിൻ്റെ കൂടെ ആ സ്ക്രഞ്ചിയുടെ കൂടെ ജസ്റ്റ് കെട്ടിക്കൊടുക്കുക. അങ്ങനെ നമ്മുടെ സ്ക്രഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 ടൈപ്പും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള സ്ക്രഞ്ചീസാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ സജഷൻസൊക്കെ നിങ്ങളോട് പറയാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.